ഒരു അയറാബിയായ മനുഷ്യൻ സുഖമില്ലാതെ രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ കാണാൻ അയാളുടെ വീട്ടിൽ പോവുകയാണ്. അത് മുത്തുനബിയുടെ ഒരു ഉത്തമ സ്വഭാവമാണ്. രോഗിയായി കിടക്കുന്നവരെ വീട്ടിൽ പോയി അവരെ സന്ദർശിക്കൽ ശക്തമായ സുന്നത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പറ്റുന്നുണ്ടോ? നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയണം. അല്ലാഹു തൗഫീഖാക്കട്ടെ. അപ്പോ അറാബിയാണ്, വലിയ ഓരോന്നുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തിന്റെ രോഗവിവരം അറിയാൻ അയാളെ വീട്ടിൽ ചെന്നു. അയാളെ അടുത്തിരുന്നു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ലാ ബഅസ്, ലാ ബഅസ് എന്ന് പറഞ്ഞാൽ സാരമില്ല, സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. ചില ആളുകളുണ്ട് രോഗസന്ദർശനം നടത്താൻ പോയിട്ട് പിന്നെ അവിടെ പോയിരുന്നിട്ട് അയാളെ രോഗവിവരങ്ങളൊക്കെ മണിക്കൂറുകളോളം ചോദിച്ചറിഞ്ഞിട്ട് അവസാനം പറയും, ഇതാണ് അസുഖമല്ലേ, ഈ അസുഖത്തിലാണ് മറ്റേ ആള് ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചു പോയത് കേട്ടോ. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. രോഗിയുടെ അടുത്ത് ചെല്ലുന്നത് രോഗിയെ സമാധാനിപ്പിക്കുക, അതും വളരെ ചുരുക്കം, വളരെ ചെറിയ സമയത്തെ രോഗിയുടെ അടുത്തിരിക്കാൻ പാടുള്ളൂ. ഏതുമായിട്ട് സഹോദരങ്ങളെ, മുത്തായ നബി തങ്ങളുടെ മഹത്തായ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂല് ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ ഇതാ ഒരു അഅറാബിയുടെ രോഗവിവരമറിയാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, ലാ ബഅസ, സാരമില്ല കേട്ടോ, സാരമില്ല, തഹൂറുൻ ഇൻഷാ അല്ലാഹ് ഐ മത്ഹറത്തുൽ ലക മിനദ്ദുനൂബ്. അല്ലാഹു നിന്റെ ദോഷങ്ങളെ മായിച്ചു കളയാൻ അല്ലാഹു ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയാണ് മോനെ. അതുകൊണ്ട് നീ ക്ഷമിക്കുക, സഹിക്കുക എന്ന് പറഞ്ഞ ബദു അല്ലേ, ബദുന്ന് ഈ രോഗത്തിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും കൊണ്ട് അയാൾ റസൂലുള്ളാഹിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സമാധാനിപ്പിച്ചപ്പോ അയാൾ റസൂലുള്ളാഹിനോട് തിരികെ പറഞ്ഞു, കല്ലാ ബൽ ഹമ്മാ തഫൂർ അലാ ശൈഖിൻ കബീർ തസൂറുഹു അൽ ഖുബൂർ. നിങ്ങൾക്ക് എങ്ങനെ പറയാം? റസൂലുള്ളാഹിനോട് അയാൾ പറയാം, നിങ്ങൾക്ക് എങ്ങനെ പറയാം? കല്ലാ, എന്റെ വേദന, എന്റെ പ്രയാസം, എന്റെ ദുഃഖം നിങ്ങൾക്കറിയില്ലല്ലോ. ബൽ ഹമ്മാ തഫൂറു അലാ ശൈഖിൻ കബീർ തസൂറുഹുൽ ഖുബൂർ. വൃദ്ധനായ വയസ്സനായ എന്നെ ഖബറിലാക്കുന്ന പനിയാണല്ലോ. വയസ്സനായ എന്നെ ഇത് ഖബറിലെത്തിക്കും, എന്നെ കൊണ്ടേ പോവുള്ളൂ, എന്നെ ഖബറിലെത്തിക്കുമെന്ന് പറഞ്ഞപ്പോ സമാധാനിപ്പിക്കാൻ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുത്തുനബിയോട് അയാൾ തിരികെ ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ഫനഅം. പിന്നെ ആട്ടെ, അയാൾ ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തുനിന്നും മരിച്ചുപോയി. അള്ളാന്റെ റസൂലിന്റെ അടുത്തല്ലേ പറഞ്ഞു, അള്ളാന്റെ റസൂലും പറഞ്ഞു ഫനഅം എന്ന്, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്താ പാടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുബന്ധമായി എന്തു തന്നെയായാലും എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ച് ക്ഷമയോടെ സഹനത്തോടെ വേണം നാം അതിനെയെല്ലാം നേരിടാൻ. അല്ലാഹു ജല്ല ജലാലു നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു രോഗം വന്നൊരു പ്രയാസം വന്നു, അവിടെ ഇവിടെ എല്ലാം പോയി, ഹോസ്പിറ്റലൊക്കെ പോയി, പിന്നെ മറ്റു ചികിത്സാ രംഗത്തൊക്കെ പോയി, അതൊക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ആകട്ടെ. ഒക്കെ പോയി അവസാനം രക്ഷയില്ല എന്ന് കാണുമ്പോ എന്നാ പിന്നെ ഇനി റബ്ബിലങ്ങ് ഏൽപ്പിക്കാം. ഏതാ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പറയുന്നതിൽ അർത്ഥമില്ല, അതിൽ കാര്യമില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഒരു മഖ്ബറയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉമ്മ, ഒരു സ്ത്രീ അവരെ മകനെ കൊണ്ടുപോയ ഖബറടക്കിയിട്ടുണ്ട്. ആ ഖബറിനടുത്തിരുന്നിട്ട് അവരിങ്ങനെ കരയാണ്. ചെറിയ കരച്ചിലല്ല, ശക്തമായ നിലവിളിയാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടപ്പോ ആ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തഖില്ലാ ഇത്തഖില്ലാ ഇത്തഖില്ലാഹ വസ്ബിരി. ക്ഷമിച്ചൂടെ ഉമ്മ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിനെ തഖ്വ ചെയ്ത് വസ്ബിരി, നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്ന് അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉമ്മയുടെ ഭാരാദൂരം കേട്ടപ്പോ, ചില ആളുകളുണ്ടല്ലോ അങ്ങനെ പറയും, ചോനെ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, എന്റെ കണ്ണായിരുന്നു, പൊന്നായിരുന്നു, ചങ്കായിരുന്നു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ആളുകളിലെ പാടില്ലെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങള് ഈ ഉമ്മയുടെ മറുപടി കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഉമ്മയോട് സഹിക്കണം, ക്ഷമിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോ അവർ തിരികെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഒരു റസൂലുള്ള ആണെന്ന് അറിഞ്ഞിട്ടല്ല പറഞ്ഞത്, വമാ തുബാലി അന്ത മുസീബത്തി, നിങ്ങൾക്ക് എന്റെ ദുഃഖം എന്തറിയാം, നിങ്ങൾക്ക് എന്റെ ദുഃഖം എന്തറിയാം, നിങ്ങൾ എന്റെ ദുഃഖം പോലെ ദുഃഖം അനുഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളും ഇതുപോലെ കരയുമായിരുന്നു എന്ന് സ്ത്രീ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അള്ളാന്റെ റസൂലാണെന്ന് അറിഞ്ഞിട്ടല്ല പറഞ്ഞത് കേട്ടോ. ആരോടാ പറഞ്ഞത്? കിട്ടാതെ കിട്ടിയ പൊന്നുമോന് ഒരു ആന്തരി മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കൈകളിൽ കിടന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി റസൂലുള്ളാഹിന്റെ മൂത്ത മകൻ ഖാസിം റളിയല്ലാഹു അൻഹു. പിന്നീട് എത്രയോ നാളുകൾക്ക് ശേഷം മറ്റൊരു മകനെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തു, ഇബ്രാഹിം. മാരിയത്തുൽ ഖിബ്തിയയിലൂടെ അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു മകൻ അല്ലാഹു കൊടുക്കുകയാണ്. ആ മകനോ ചോര പൈതലായിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ കിടന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആ മുത്താറ്റൽ നബിതങ്ങൾ മക്കൾ മരിച്ച വേദന ധാരാളം അറിഞ്ഞിട്ടുള്ള റസൂലുള്ളാഹിനോടാ പറഞ്ഞത്, വമാ തുബാലി അന്ത മുസീബത്തി, നിങ്ങൾ എന്റെ ദുഃഖം പോലുള്ള ദുഃഖം കാണും നിങ്ങൾക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കോ, നിങ്ങളത് സഹിക്കോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ, ഉമ്മ സഹനവും ക്ഷമയും എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലാണ്. സദ്മത്ത് എന്ന് പറഞ്ഞാൽ ഉടൻ ഞെട്ടലിൽ, ആദ്യത്തെ ഞെട്ടലിൽ ആ അനുഭവം, ആ മുസീബത്ത് നമ്മൾ കാണുന്ന സമയത്ത്, നേരിടുന്ന സമയത്ത് ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ, ആദ്യത്തെ ഞെട്ടൽ ഓൺ ദ സ്പോട്ടിൽ, ഫസ്റ്റിലെ തന്നെ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമ, സഹനം അത് കൈമുതലായി നേടിക്കൊണ്ട് അല്ലാഹുവിൽ സമർപ്പിച്ചു ക്ഷമിക്കുകയാണ് വേണ്ടത്. പിന്നീട് കാലം കുറെ കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയി കറങ്ങി വന്നിട്ട് ഇനിയിപ്പോ അള്ളാനെ ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ പണിപാടും. അപ്പൊ റബ്ബിന്റെ സഹായമുണ്ടാകൂല, പടച്ചവന്റെ സഹായമുണ്ടാകൂല. ഹദീസിൽ കാണുന്നു, ഈ സ്ത്രീയോട് പിന്നെ ആരോ പറഞ്ഞു, അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് വന്നത്. ഇവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലായിരുന്നു. അവർ റസൂലുള്ളാഹിന്റെ പടിവാതിൽക്കൽ ചെന്ന് മാപ്പ് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിൽ സമർപ്പിക്കാൻ കഴിയണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അന്ന സക്കരിയ അലൈഹിസ്സലാം ഹറബ ബിനൽ യഹൂദ്, യഹൂദികൾ സക്കരിയ നബിയെ കൊല്ലാൻ പിന്നാലെ പോയി. യഹൂദികളെ, ജൂതന്മാർ, അവർ ഇന്ന് കാണുന്ന ഹൊസൈലെ കൂട്ടക്കുരുതി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവർ അന്നേ പണ്ടേ ഇവരുടെ സ്വഭാവം ഇത് തന്നെയാണ്. പ്രവാചകന്മാരെ ഒന്നും അവർ വിട്ടിട്ടില്ല.
സഹോദരങ്ങളെ, സക്കരിയ നബിയെ കൊല്ലാൻ, സക്കരിയ നബി എന്ന പ്രവാചകനെ കൊല്ലാൻ യഹൂദികൾ പിന്നാലെ പറഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാം മുന്നേ ഓടുകയാണ്. ഓടി 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 രക്ഷയില്ല, പിന്നാലെ ഉണ്ട്, കുറെ ദൂരം ഓടി. സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നാലെ ഓടി വരുന്ന യഹൂദികളുടെ ജൂതന്മാരുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുമ്പിൽ കണ്ട ഒരു വടവൃക്ഷം, വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തിനോട് സക്കരിയാ നബി പ്രവാചകരല്ലേ, വലിയ മുഅ്ജിസത്തുള്ള നബിയല്ലേ, ആ വൃക്ഷത്തോട് പറഞ്ഞു, യാ ശജറ അദ്ഖിലിനി ഫീകി, ഓ മരമേ, ഓ മരമേ, നിന്റെ വാ രണ്ടായൊന്ന് പിളർന്നു തരുവോ, നീ രണ്ടായൊന്ന് പിളർന്നു തരുവോ, ഈ പ്രവാചകരായ സക്കരിയായ കൊല്ലാ. പിന്നാലെ ഇതാ യഹൂദികളുണ്ട്, രക്ഷപ്പെടാ. ഓ മരമേ, നീ ഒന്ന് രണ്ടായി മാറിത്തരുമോ? പറഞ്ഞു തീർന്നില്ല, ആ വലിയ വടവൃക്ഷം രണ്ടായി പിളർന്നു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി. അമ്പിയാക്കളല്ലേ, പ്രവാചകന്മാര്, മുഅ്ജിസത്തില്ലേ, രണ്ടായി പിളർന്നു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫദഖല ഫീഹാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വൃക്ഷത്തിന്റെ ഉള്ളിലങ്ങ് കയറുന്നു. വൃക്ഷം രണ്ടായി കൂടുന്നു. വൃക്ഷം രണ്ടായി എങ്ങനെ കൂടുമ്പോ അവിടെ പെട്ടെന്ന് വരികയാണ് ആര്? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അമ്പിയാക്കന്മാരുടേതെന്നല്ല, ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും ശത്രുവായ ഇബ്ലീസ് അവൻ അവിടെ വരികയാണ്. വജാഅ ഇബ്ലീസുൽ ലഈൻ. സക്കരിയ നബി വൃക്ഷത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോ സക്കരിയ നബിയുടെ പുറത്തൊരു രിദാ ഉണ്ടായിരുന്നു, ഒരു മേൽത്തട്ടം, ഒരു മുണ്ട. ഇവൻ എന്ത് ചെയ്തു? ആ മേൽത്തട്ടത്തിൽ കയറി പിടിച്ചു. സക്കരിയ നബിയുടെ മേൽത്തട്ടം വെളിയിലായി, സക്കരിയ നബി അകത്തുമായി. മറ്റേ പണി നോക്കണം കേട്ടോ. ജൂതന്മാർ ഓടി വരികയാണ്. അവർ സക്കരിയയെ അന്വേഷിക്കുമ്പോ സക്കരിയ നബിയെ അവര് കാണുന്നില്ല. അപ്പൊ ഇബ്ലീസ് അവിടെ നിന്നോണ്ട് പറഞ്ഞു, മനുഷ്യക്കോലത്തില് അവിടെ നിന്നോണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പോയി തിരക്കണ്ട സക്കരിയായ. സക്കരിയ ഈ വൃക്ഷത്തിന്റെ അകത്തുണ്ട്, ഈ വടവൃക്ഷത്തിന്റെ അകത്ത് സക്കരിയ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, പോടാ, നിനക്ക് വട്ടാ, നിനക്ക് വരാന്താ, ഈ വൃക്ഷത്തിന്റെ അകത്ത് മനുഷ്യൻ കയറിയിരിക്കാനോ? നോക്കൂ നിങ്ങൾ, സക്കരിയ ധരിച്ചിട്ടുള്ള മേൽത്തട്ടത്തിന്റെ ഭാഗം കാണുന്നില്ലേ? അപ്പൊ ഉറപ്പായി ഇബ്ലീസ് തന്നെ അവർക്കൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. എന്താ? നിങ്ങൾ നല്ല ഈർച്ചവാള് കൊണ്ടുവരിക, മരം മുറിക്കുന്ന പഴയകാലത്തെ ഈർച്ചവാൾ, അത് കൊണ്ടുവന്നിട്ട് അതിന്റെ മണ്ട ഒരാൽപ്പക്കത്തിൽ മുറിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ നേർപകുതിയായി രണ്ടായി പിളർത്തുക. സക്കരിയ അടക്കം രണ്ടായി പിളരൂലേ? ഇബ്ലീസ് ബുദ്ധി വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ബലഗൽ മിൻസാറു ഇലാ ദിമാഇഹി. ഇനി കേട്ടോ, ഒരു പ്രവാചകൻ അനുഭവിച്ച വേദന, പ്രയാസം പറയാ. ഫലമ്മാ ബലഗൽ മിൻസാറു ഇലാ ദിമാഇഹി. ആള് കൊണ്ടുവന്നു, മരത്തിന്റെ മുകൾഭാഗം മുറിച്ചു. സക്കരിയ നബിയുള്ള മരം ഈർച്ചവാള് കൊണ്ട് ജൂതന്മാർ അങ്ങനെ രണ്ടായി പിളർക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ബലഗൽ മിൻസാറു ഇലാ ദിമാഇഹി സ്വാഹ. ആ ഈർച്ചവാളിന്റെ പല്ല് സക്കരിയ നബിയുടെ തലയിലൊന്ന് കണ്ടപ്പോ മനുഷ്യനല്ലേ, വേദന കൊണ്ട് നിലവിളിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി വേദന കൊണ്ട് കരഞ്ഞുപോയി. സ്വാഹ. വലിയ ഒച്ചത്തിൽ എന്നിങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം നിലവിളിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഇറങ്ങുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ജിബ്രീൽ ഇറങ്ങും. ജിബ്രീലിനൊക്കെ അങ്ങനെ ഇറങ്ങാൻ പറ്റുമല്ലോ. ജിബ്രീലിന് എവിടെ ഇറങ്ങാൻ പറ്റും? മരത്തിന്റെ ഉള്ളിലും വരും, എവിടെ വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് സക്കരിയ നബിയോട് പറഞ്ഞു, യാ സക്കരിയ, ഇന്ന
ഇന്നല്ലാഹ തആല യഖൂലു ലക ലിമ ലാ തസ്ബിറു ലിൽ ബലാ. ഓ സക്കരിയ നബിയെ, അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടത് എന്തിനെന്നറിയുമോ? നിങ്ങളുടെ ജൂതന്മാരുടെ ഈർച്ചവാളിന്റെ പല്ല് നിങ്ങളെ തലയിൽ കൊണ്ടപ്പോ നിങ്ങൾ വിലാപനത്തിന്റെ ലാഞ്ചനയുടെ വേദനയുടെ ശബ്ദമായ എന്ന് നിങ്ങൾ നിലവിളിച്ചല്ലോ സക്കരിയ നബിയെ. ലിമലാ തസ്ബിറു ലിൽ ബലാ, ലിമലാ തസ്ബിറു ലിൽ ബലാ. എന്തേ പ്രവാചകരെ, അല്ലാഹുവിന്റെ ബലായിൽ പരീക്ഷണത്തില് നിങ്ങൾ ക്ഷമിച്ചില്ല, നിങ്ങൾ സഹിച്ചില്ല. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സക്കരിയ നബിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇനിയും അവരറുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈർച്ചവാൾ ഇങ്ങനെ ആഴത്തിലിറങ്ങുമ്പോ ലൗ ഖുൽത മറതൻ സാനിയ ലമഹൗതു ഇസ്മക മിൻ ദീവാനിൽ അംബിയാ. ഒരു തവണ കൂടെ സക്കരിയ നബിയെ നിങ്ങളുടെ വായിൽ നിന്ന്, തൊള്ളയിൽ നിന്ന് വേദനയുടെ വിലാപനത്തിന്റെ ആ ശബ്ദം ഓ ഓ എന്ന് പുറത്തേക്ക് വന്നാൽ ലമഹൗതു ഇസ്മക മിൻ ദീവാനിൽ അംബിയാ, അംബിയാക്കന്മാരുടെ പട്ടികയിൽ നിന്ന്, ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പേരിനെ അല്ലാഹ് മായിച്ചു കളയുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ് പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രോ. പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രോ. ഫഗല്ല സക്കരിയ ശഫതൈഹി വസബറ ഹത്താ ശഖൂഹു നിസ്ഫൈനി. പിന്നെ സക്കരിയ നബി മിണ്ടിയില്ല, സഹിച്ചു. അവരെ രണ്ടായി സക്കരിയ നബി അടക്കം രണ്ട് ഭാഗത്തേക്ക് പിളർത്തിയിട്ടു. ഈ സംഭവം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇഅ്തസമ ബിശ്ശജറ. സക്കരിയ നബിക്ക് ഒരു ചെറിയ പാളിച്ച പറ്റി മുഹമ്മദുർ റസൂലുള്ളാഹി. വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ എന്തെന്നറിയോ, ഇഅ്തസമ ബിശ്ശജറ. ജൂതന്മാര് കൊല്ലാൻ ഓടിച്ചപ്പോ ഓടി കാട്ടിക്കേറിയിട്ട് ആദ്യം ചെയ്ത പണി ഇഅ്തസമ ബിശ്ശജറ. ആ മുന്നിൽ കണ്ട വൃക്ഷത്തെ അഭയം പ്രാപിച്ചു മുഹമ്മദ് മുസ്തഫ. ആരെയായിരുന്നു ആദ്യം വിളിക്കേണ്ടത്? ആരെയായിരുന്നു? അല്ലാഹുവിനെ അല്ലേ? പക്ഷേ രക്ഷപ്പെടുന്ന വെപ്രാളത്തില് ഇഅ്തസമ ബിശ്ശജറ, വൃക്ഷത്തിൽ അഭയം പ്രാപിച്ചു. വലം യഅ്തസിം ബില്ലാഹ്, അല്ലാഹുവിൽ ആദ്യം അഭയം കണ്ടില്ല. ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠോ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസമുണ്ടായാലും, അത് രോഗമാകട്ടെ എന്ത് ബലാകട്ടെ, ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കാർ എടുക്കടാ, വണ്ടി എടുക്കടാ, വാടാ മോനെ പോകാ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് അല്ലാഹ് റബ്ബേ, എന്റെ രോഗം നീ അറിയാതെ വരൂല്ലല്ലോ അല്ലാ, നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്നു അല്ലാ. അത്രയും പറഞ്ഞാൽ മതി. മനസ്സുകൊണ്ട് പറഞ്ഞാലും പടച്ചോനെ അല്ലാഹുവേ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. പടച്ചോനെ നീയാണ് റബ്ബേ ശിഫ തരുന്നവർ, നീ മാത്രമാണ് അല്ലാഹുവേ ശിഫ തരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ നസലത് ബിഹി ബലിയത്തുൻ ഫഅതസമ ബി ഇല്ലാ അഅതൈതുഹു ഖബ്ല അൻ യസ്അലനി. ഏതൊരു മനുഷ്യൻ എന്ത് ബലാ വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് മുസീബത്ത് വന്നാലും അവൻ ആദ്യം എന്നെയാണോ ഏൽപ്പിക്കുന്നത്, എന്നിലാണോ സമർപ്പിക്കുന്നത്? എന്നാ ഇല്ലാ അഅതൈതുഹു ഖബ്ല അൻ യസ്അലനി. അവൻ എന്നെ വിളിക്കണ്ട, അവൻ പിന്നെ സുഖാക്കല്ല ശിഫാക്കല്ല എന്ന് പറയണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങനെ പറയാതെ തന്നെ ഞാൻ അവന്റെ രോഗത്തിന്റെ ബലായിനെ മാറ്റിക്കൊടുക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതല്ല وما من عبد نزلت به بلية فاعتصم بمخلوق. ആദ്യം അവൻ മഖ്ലൂഖിനെ തേടി പോവുകയും, മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ എല്ലാം പെടും, എല്ലാം അതിൽ പെടോ. എന്നാൽ ഇല്ലാ അഗ്ലഖതു അബ്വാബസ് സമാ, അവന്റെ മുമ്പിൽ ആകാശത്തിന്റെ ഏഴാകാശത്തിന്റെ കവാടങ്ങളും ഞാൻ കൊട്ടിയടച്ചു കളയുമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ.
അള്ളാഹ് കൊട്ടിയടച്ചു കളയും. പലരുടെയും പല വിഷമവും പല പ്രയാസവും പല രോഗവും മാറാത്തത് നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ്. റഹ്മാനുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഏത് പ്രയാസം വന്നാലും അതിനെല്ലാം അതിജയിച്ചുകൊണ്ടെല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് സബൂറാകാം, ക്ഷമ കൈക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും, ഇല്ലേ റബ്ബിന്റെ സഹായമുണ്ടാകൂല. അതാണ് ഈ കേട്ടതിൽ നിന്ന് ഇന്നത്തെ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള. റഹ്മാനുർ റഹീമായ റബ്ബ് തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ.